സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിനോട് അഭിനയിച്ചില്ല. ഈ കോമഡി ഒരു നിസ്സാരമല്ല. അതെ, അതായത് നമ്മൾ ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുക. നിങ്ങൾ എന്തിനാ ഈ കരുവറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്ടിയും തൂക്കി ഇങ്ങോട്ട് വന്നത്? നമസ്കാരം. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീലത ചേച്ചിയായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ കോമഡി എന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രണ്ട് മുഖങ്ങളാണ് അടൂർ ബാസി സാറും ശ്രീലത മാമിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് അടൂർ ബാസി സാറുമായിട്ടുള്ള മാമിൻ്റെ ഒരു കോംബോവിനെ പറ്റിയിട്ടാണ് ചോദിക്കാനുള്ളത്. സാറിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, കാരണം നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ചിരിക്കുന്ന മൂമെന്റ്സ് ആണ് ഓർമ്മ വരുന്നത്. നല്ല, നിങ്ങളുടെ പേരും അത്രയ്ക്ക് ഫേമസ് ആയിരുന്നല്ലോ മാം. സാറിനെ പറ്റിയിട്ട് ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ, പഴയ ഓർമ്മകളൊക്കെ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിനോട് അഭിനയിച്ചില്ല. കാരണം ഒന്നാമത് കോമഡി വരത്തില്ല, പിന്നെ കൗണ്ടർ പറയാൻ അറിയാൻ വയ്യ, ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഞാൻ അതിൽ നിന്ന് പതുക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്തു. പിന്നെ ഉള്ള സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കോമഡി എന്താണെന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷമാണ്. എങ്ങനെ നമുക്കൊരു കൗണ്ടർ പറയാം, എങ്ങനെ അത്, പിന്നെ ചില ആക്ഷൻസ്, അന്നൊക്കെ ആക്ഷൻ കോമഡിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ചേഷ്ടകളൊക്കെ കാണിക്കുക, അതൊക്കെ എന്ന് വെച്ചാൽ അത് വലിയ ഇഷ്ടമായിരുന്നു ആൾക്കാർക്ക്. പിന്നെ ചിലപ്പോൾ ചില കോമഡി സീനുകൾ ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് നല്ല ഗംഭീരമായിരിക്കും എന്ന്. പക്ഷേ അങ്ങനല്ല. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഷടാ നമ്മൾ പറഞ്ഞ കോമഡി അവർ ചിരിക്കുന്നില്ലല്ലോ, നമ്മൾ വിചാരിക്കാത്ത കോമഡി കെട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ സിനിമയും എന്തായാലും ഞാൻ യൂട്യൂബ് ഇതിലൊന്നും കാണാതെ ഞാൻ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ. അത് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴേ നമുക്ക് ഈ കോമഡി അവരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള മനസ്സിലാവും. അപ്പം പണ്ട് ഇതുപോലെ ഉദയ സ്റ്റുഡിയോയിലൊക്കെ അഭിനയിക്കാൻ വരുന്ന കാലത്ത് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ കോമഡിയെക്കാട്ടിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ബാസിയേട്ടനോട് അഭിനയം എന്ന് വെച്ചാൽ ഒരു 10-200 സിനിമയിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണ് ഒരു 90% സീനുകൾ. കാരണം അന്ന് വലിയ വലിയ എഴുത്തുകാരൊക്കെ എഴുതുന്നതിൽ കോമഡി ഇല്ല. കോമഡിക്കെന്ന് പറഞ്ഞ ഒരു ട്രാക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അന്ന് പ്രേം നസീർ, ഷീല, അങ്ങനെ ഒരുപാട് പേരും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ബാസിയേട്ടന് എന്ന് വെച്ചാൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ പാട്ടെഴുതും, പാട്ട് ട്യൂൺ ചെയ്യും. അപ്പം ചില ഷൂട്ടിങ് സ്ഥലത്ത് പോകുമ്പോൾ 2 ക്യാമറ ഉണ്ടാവും. അപ്പോൾ കോമഡിയോ അല്ലെങ്കിൽ കോമഡി പാട്ടൊക്കെ എടുക്കാനായിട്ട് ബാസിയോട് പറയും ഡയറക്ടർ, ഇത് നിങ്ങൾ എടുത്തോളാൻ. അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള വലിയൊരു നല്ലൊരു സീനുണ്ട്. അതെന്ന് വെച്ചാൽ പഞ്ചമി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇതിൽ എന്നെ ഇങ്ങനെ ഈ പിന്നെ ചിത്രശലഭത്തിനെയൊക്കെ നെറ്റ് വെച്ചൊക്കെ പിടിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനുമായിട്ട് അടുപ്പമായതിനു ശേഷം ഒരു നെറ്റിൽ എന്നെ ഇങ്ങനെ പിടിച്ചു കിട്ടും, വലയിട്ടിങ്ങനെ പിടിക്കും. അത് ആ പാട്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത്. അതെന്താ, വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, മലനാടൻ കാട്ടിലെ ഓമന ബട്ടർഫ്ലൈ. അത് നല്ല രസമാണ്, കേട്ടിട്ടുണ്ടല്ലേ? അത് നല്ല രസമാണ്. കാരണം അത് അങ്ങനെ ഒരു ഭാവന, അതാണ് നമ്മളെ. ഇത് പുള്ളി എഴുതിയതാണ്? പുള്ളി എഴുതിയതല്ല, പുള്ളി ഷൂട്ട് ചെയ്തു. പുള്ളി ആ പാട്ട് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. പിന്നെ പല സീനുകളും പുള്ളി എഴുതി ഉണ്ടാക്കുന്നതും പലതും ഡയറക്ടർ ഒരു സ്വാതന്ത്ര്യം കൊടുക്കും, ചേട്ടൻ അത് എടുത്താൽ മതിയെന്ന്. മാഡം, ഇപ്പം ജഗതി ശ്രീകുമാർ സാറൊക്കെ പറയാറില്ലേ, സ്പോട്ടിലാണ് ചിലപ്പം സീൻ മാറ്റിക്കളയുന്നത്. അതുപോലെ സാറിന് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് മാമിന് ഉണ്ടായിട്ടുണ്ട്? സാറ് സ്പോട്ടിൽ അങ്ങ് ഡയലോഗ് പറയുകയും കോമഡി ചെയ്യുകയൊക്കെ ചെയ്യും. അത് പുള്ളി എന്താ പറയുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് റിഹേഴ്സൽ എടുത്താലേ ഈ കോമഡിക്ക് ഒരു ചളിപ്പ് വരും, ഒരു 10 പ്രാവശ്യം. അത് പിന്നെ അതുകൊണ്ട് ബാസ്യേട്ടൻ എന്തായെന്ന് വെച്ചാൽ ടേക്കിലെ ഒരു കംപ്ലീറ്റ് കാര്യം പറയത്തുള്ളൂ. റിഹേഴ്സൽ അങ്ങനെ കാണിക്കത്തില്ല. അപ്പൊ മാമിന് അതിനനുസരിച്ച് ഡയലോഗ് അതിനനുസരിച്ച് പറയണം. അത് ദൈവത്തിന്റെ ബുദ്ധിമുട്ട് തോന്നി, ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു 10-15 സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏകദേശം നമ്മളൊരു ട്രാക്കിലോട്ട് വീണത്. അപ്പൊ പിന്നെ ആ ട്രാക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ശരിയായി. കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ പറയുന്നതിന് നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു ബ്ലിങ്ക് ആയി പോയില്ലേ. അപ്പൊ ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് പല ഡയലോഗുകളും അതെ പുള്ളി പറയുന്നത്. അപ്പോഴാണ് അന്ന് അങ്ങേരെ ഒരു വർഷത്തിൽ 40 പടം
വരെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ഏറ്റവും കൂടുതലും സിനിമ അഭിനയിക്കുന്ന 75-ലാണെന്ന് 35 പടം അഭിനയിച്ചു ഓ ഒരു വർഷത്തിൽ. ഞാനിപ്പോൾ ആലോചിക്കുക ഞാൻ എങ്ങനെ അത്രയൊക്കെ സിനിമ അഭിനയിച്ചു എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോഴേ. ഇപ്പൊ നമ്മൾ പഴയത് ആലോചിക്കുമ്പോ നസീർ സാറ്, ഷീല മാമും, അടൂർ ബാസി സാറിന്റെ പേരാണല്ലോ പെട്ടെന്ന് സിനിമയെ പറ്റി നമുക്ക് ഓർമ്മ വരിക. നിങ്ങളൊരു നല്ലൊരു പേരായിരുന്നല്ലോ. അതെ, പ്രേം നസീർ, ഷീല, അല്ലെങ്കിൽ പ്രേം നസീർ, ജയഭാരതി, അടൂർ ബാസി, ശ്രീലത. നിങ്ങളില്ലാത്ത സിനിമകൾ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ. എല്ലാ സിനിമകളിലും നിങ്ങളൊരു പ്രധാന ഘടകമാണ്. ഞാനെന്ന് വെച്ചാൽ സിനിമയെ ആഗ്രഹിച്ച് വന്നൊരു വ്യക്തിയല്ല. സിനിമയല്ലായിരുന്നു, എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്പോർട്സ്, പിന്നെ എന്താ പറയുന്ന പാട്ട്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഇഷ്ടം. പിന്നെ സിനിമയിൽ നമ്മൾ ഒരുപാട് സിനിമ കാണുമായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അതിനകത്തെ നല്ല പാട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ ഞായറാഴ്ചയും അമ്മയുടെ നിന്നൊക്കെ പൈസ ഒക്കെ വാങ്ങിച്ച് ടിക്കറ്റാ, പക്ഷേ എന്നാലും സിനിമ കാണുമായിരുന്നു. അന്നത്തെ കാലത്ത് പാട്ടുകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പോഴും ആ പാട്ടുകളാണ് നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോവും. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ബാസ്റ്റിയുടെ കാണാൻ പറ്റുമോ, അയ്യോ നസീർ സാറിനെയൊക്കെ ഒന്ന് കാണണമല്ലോ, ജീവിതത്തിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കൂടെ അഭിനയിക്കണമെന്നല്ല, അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കാം പിന്നീട് ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്. ഈ കോമഡിയിൽ അഭിനയിച്ച് പിന്നെ മാമിന് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു? അതോ കോമഡി? അതൊരു വലിയ ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ പറയും ഇപ്പം ഇന്ന കഥാപാത്രം, അത് നമ്മളെ മുദ്ര കുത്തി മാറ്റി വയ്ക്കും. അതാണ് പ്രശ്നം. നമ്മൾ കോമഡി നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് വേറെ കഥാപാത്രത്തെ അഭിനയിക്കാം. അപ്പോൾ ഡയറക്ടർ പറയും അയ്യോ അതിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് കാണാൻ ആൾക്കാർക്ക് താല്പര്യമല്ല, നിങ്ങൾ ഇതിൽ തന്നെ അഭിനയിക്കണം. ഓ, നിങ്ങൾ വരുമ്പോഴേ ഒരു ചിരിയുടെ കണ്ടന്റ് ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങി. അപ്പം നമ്മൾ സത്യം പറയാം, നമ്മളൊരു കുറേ സിനിമകൾ ഈ കോമഡി അഭിനയിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. നമുക്ക് വേറൊരു കഥാപാത്രം എന്തുകൊണ്ട് തരുന്നില്ല? നമ്മുടെ കൂടെ അടുത്ത് നിന്ന് അഭിനയിക്കുന്നവർക്കൊന്ന് മലയാളം പോലും ചൊവ്വേ നേരെ പറയാം. ഇതൊക്കെ മിക്കവാറും ഡബിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം ഇതന്നെയാണ് പ്രൊഡ്യൂസർ പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ പറയും അയ്യോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി ഒരാളെ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണ്ടേ, അതെന്തിനാ വെറുതെ? അപ്പം ഇതഭിനയിച്ചാൽ പോരെ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ നമ്മൾ എവിടെങ്കിലും പോകുമ്പോഴോ ആൾക്കാരുടെ ഇടയിൽ നമ്മളെ കാണുമ്പോൾ തന്നെ ചിരിക്കും. അതെ, നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ തന്നെ ചിരിക്കാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നു. അങ്ങനെ ഞാനിപ്പം അതൊരു ഭാഗ്യല്ലേ മാഡം, എല്ലാവരും ചിരിപ്പിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ബാസിയേട്ടൻ. കാരണം ഡയലോഗ് എങ്ങനെ പറയണം, നമ്മളൊരു കരുവറ്റായി ജനിച്ച ഒരു നാട്ടുപുറത്തുകാരിയാണ്, അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചായിരുന്നു വെച്ചാൽ എതിർക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്കിഷ്ടമല്ലാതെ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പം ഈ ബാസിയേട്ടൻ ഇങ്ങനെ ഓരോ പിന്നെ അതായത് നമുക്ക് ഓരോ സ്വഭാവങ്ങളുണ്ട്, എടുത്തിയാട്ടമുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുക, അതൊക്കെ പുള്ളി പറഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും ഈ സിനിമയാണ്, അതായത് സിനിമയും രാഷ്ട്രീയവും ഒരുപോലെയാണ്. എന്താണെന്നറിയോ, ഈ രാഷ്ട്രീയക്കാരായാലും എത്ര വിരോധം ഉണ്ടെങ്കിലും നേരി കാണുമ്പോൾ ഭയങ്കര ചിരിച്ച് നമസ്കാരം, അതന്നെയാണ് സിനിമയും. നമുക്ക് എത്ര വിരോധം ഉണ്ടെങ്കിലും, വേറെ ഒരു ആർട്ടിസ്റ്റിനോട് വിരോധം ഉണ്ടെങ്കിലും, പക്ഷെ നേരി കാണുമ്പോൾ അല്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ്. ഓ, മാം അന്ന് വന്നപ്പോ വളരെ ചെറു പ്രായത്തിലല്ലേ മാം സിനിമയിലേക്ക്. അപ്പം സാർ ഇത്ര എക്സ്പീരിയൻസ്ഡ് അല്ലേ, അപ്പം മാം ഇങ്ങനെ ചെയ്യുമ്പോ സാറിന് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടോ? ആദ്യമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഈ കരുവറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്ടിയും തൂക്കി ഇങ്ങോട്ട് വന്നത്, എന്തിനാ ഒരുമാതിരി കുരങ്ങ് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് കുറേ ചീത്തയുണ്ട്, കുറേ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പിൽക്കാലത്ത് നമുക്ക് അത് ഒരു വലിയ ഇതായിരുന്നു, നമ്മുടെ ഒരു കരിയറിന് ഒരു നല്ല ഒരു വഴിത്തിരിവായിരുന്നു. ഇനി എനിക്കിത് അഭിനയിക്കണ്ട, എനിക്ക് വീട്ടിൽ പോകണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയും നമ്മൾ ഏതായാലും വന്ന് വിട്ടില്ലേ, നമ്മൾ ഇനിയിപ്പം ഇത് തന്നെ തുറന്നുകൊണ്ട് പോകാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു സമാധാനിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന് നായികയാകാൻ നോക്കും. അവർക്ക് ചിലപ്പോൾ പടങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു വഴി, എൻ്റെ ട്രാക്ക് കറക്റ്റായിരുന്നു. കാരണം കോമഡി അഭിനയിക്കാൻ ആർക്കും താല്പര്യമില്ല. ഈ കോമഡി ഒരു നിസ്സാരമല്ല. അതായത് നമ്മൾ ചിരിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്താ ഒരു പ്രത്യേകത എന്തെന്നറിയോ, എന്ത് പറഞ്ഞാലും ചിരിക്കത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ചിരിപ്പിക്കാൻ നോക്കിയാലും ചിരിക്കില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ചിരിപ്പിക്കുക, അത് അതേസമയത്ത് നമ്മൾ ചിരിക്കരുത്. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണം. അപ്പം വരുന്ന പുതുമുഖങ്ങൾക്കൊക്കെ നായികമാരാവാനാണ് അവർക്ക് താല്പര്യം.
അപ്പൊ മാമിന് പിന്നെ അത് ഇഷ്ടമായി തുടങ്ങി, പിന്നെ ക്യാരക്ടർ റോള് ചെയ്യണമെന്നില്ല എന്ന് പിന്നെ തോന്നി തുടങ്ങി. അതെ അതെ, ഞാൻ വിചാരിച്ചു നമ്മൾ എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്, ഉള്ളതും കൂടെ ഇല്ലാതാക്കുന്ന. ഏതായാലും ഇവിടെ എന്നോട് മത്സരിക്കാൻ ആരുമില്ല. അതെ, മാം തന്നെയായിരുന്നു ആ സമയത്ത് എല്ലാത്തിലും കോമഡി. അതെ അതെ. അപ്പൊ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഈശ്വര എന്തുമാത്രം ഇതുപോലെ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നു. ഓ, അന്നൊക്കെ ഒരു സിനിമയിൽ തന്നെ ഒരുപാട് പാട്ടുകൾ മാമിനും സാറിനുമായിട്ട് പേർ പാട്ടുകൾ തന്നെ നായകനും നായികനെ പോലെ ഇമ്പോർട്ടൻസ്. പിന്നെ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മുടെ കൂടെ നമുക്ക് ഇത്രയും നല്ല മൊമെന്റ്സ് തന്ന ശ്രീലത മാമിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തുടരാം.